ഇന്ന് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് സാംസങ്ങിൻ്റെ S9 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത് കസ്റ്റമർ കൊണ്ട് തന്നപ്പോൾ നമ്മളോട് പറഞ്ഞു ഇതിനകത്ത് ചാർജ് കയറുന്നില്ല, പിന്നെ ഡിസ്പ്ലേക്ക് കുറച്ച് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്പ്ലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഒരു പൊട്ടലൊക്കെ ഉണ്ട്, കറുപ്പ് കളറൊക്കെ കാണാം. അപ്പോൾ അത് റെഡിയാക്കണ്ട, ഇതിപ്പോൾ ചാർജ് കയറുന്ന രീതി ഒന്നാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇതിനില്ലെന്ന് പറഞ്ഞു. അപ്പം നമുക്കതിനറിയാലോ, സാധാരണ CC ബോർഡ് മാറണം, ഇതിന് CC സ്ട്രിപ്പാണ് വരുന്നത്. ഇത് നമുക്ക് മാറണം. ഇത് CC സ്ട്രിപ്പ് മാറുന്നതിൽ അത്ര എളുപ്പമുള്ള കേസ് കേട്ടല്ല, ഇത് ഫുള്ളായിട്ട് അഴിക്കേണ്ടി വരും. നല്ല രീതിക്ക് ചുമരക്കട്ട ഇടാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ഇത് അഴിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്തു. ഇത് ഫസ്റ്റ് ടൈം ഞാൻ അഴിച്ചതെന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ വയർലെസ് ചാർജിങ്ങും ഒക്കെ വരുന്ന സംഭവം ഇതാണ്. അപ്പോൾ അതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെയാണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്ത്, ഇത് റിങ്ങറാണ് അതിൻ്റെ വരുന്നത്. അപ്പം റിങ്ങറുണ്ട്, പിന്നെ ഇത് സെൻസർ, നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അഴിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ബാറ്ററി ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, മദർ ബോർഡൊന്നും പണിതിട്ടില്ല, ഫ്രഷ് മദർ ബോർഡാണ്. പിന്നെ ഈ CC സ്ട്രിപ്പ് നമുക്ക് മാറേണ്ടി വരും. എന്തായാലും നമ്മൾ മാറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പഴയ CC സ്ട്രിപ്പ്, നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ചാർജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഈ ഫോണ് സാംസങ് ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺ എങ്ങനെയാണോ ആ രീതിക്കാണ് അന്ന് സാംസങ് ഇത് ഇറക്കിയിരുന്നത്. അന്ന് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫോണാണ്. കസ്റ്റമർ പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതിനൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും വരുന്നത്. എന്തായാലും സാംസങ് അന്ന് ഇറക്കിയതിൽ അടിപൊളി ഒരു ഫോണായിരുന്നു ഇത്.